നീറ്റ് പരീക്ഷയിൽ ചിലർക്ക് 718, 719 ലഭിച്ചതിൽ വിശദീകരണവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ചില വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയവും പരീക്ഷ എഴുതാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. NTA നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇവർക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ മാർക്ക് വന്നത്. അട്ടിമറി സാധ്യതകൾ ഒന്നുമില്ല എന്നും NTA വിശദീകരണത്തിൽ വ്യക്തമാക്കി. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, അട്ടിമറി സാധ്യതകൾ ഒന്നുമില്ല എന്നാണ് NTA പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നീറ്റ് പരീക്ഷയിൽ ഗുരുതരമായ ക്രമക്കേട് ഉണ്ടായെന്നായിരുന്നു ആരോപണം ഉയർന്നത്. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ NTA രംഗത്ത് വന്നിരിക്കുന്നത്. യാതൊരുവിധ അട്ടിമറിയും ഉണ്ടായിട്ടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും വിശദീകരണ കുറിപ്പിൽ NTA വ്യക്തമാക്കുന്നുണ്ട്. 3 പേജുള്ള വിശദീകരണ കുറിപ്പാണ് NTA പുറത്തിറക്കിയത്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്കുകൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ ഇതുവരെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചതടക്കമുള്ള വ്യക്തമായ ഒരു വിശദീകരണ കുറിപ്പ് NTAയുടെ ഭാഗത്തുണ്ട്. വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും ആരോപണങ്ങളെല്ലാം NTA തള്ളിയിരിക്കുകയാണ്. പ്രധാനമായും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ തന്നെ നീറ്റ് പരീക്ഷയിൽ ചിലർക്ക് 718 അതുപോലെ തന്നെ 719 മാർക്ക് നൽകിയതിലും കൃത്യമായ ഒരു വിശദീകരണം NTA നൽകുന്നുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയവും പരീക്ഷ എഴുതാൻ സാധിക്കാതെ വന്നിരുന്നു. NTAയുടെ നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇവർക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചതാണ് ഇത്തരത്തിൽ മാർക്ക് കൂടി വന്നതെന്നാണ് NTAയുടെ വിശദീകരണം. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണം NTAക്കെതിരെ ഉയരുന്നു. ഇതുവരെ ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.